നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു സി നായർ, പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അൻഷി അലക്സ്, പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ജനസംഖ്യയിൽ 25% ആളുകൾ അഭിമുഖീകരിക്കുന്ന വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. കാലിലെ സിരകളെ ബാധിക്കുന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടറിന് കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളത്? വെരിക്കോസ് വെയിനിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ രക്തധമനികളുടെ അല്ലെങ്കിൽ രക്തസിരകളുടെ ഫങ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളുടെ ശരീരത്തിലെ ശുദ്ധരക്തം ഹൃദയം പമ്പ് ചെയ്ത് എല്ലാ അവയവങ്ങളിലേക്കും കൈകാലുകളിലേക്കും എത്തിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് അശുദ്ധ രക്തം, കാർബൺ ഡൈ ഓക്സൈഡ് അധികമായി കലർന്ന ഈ രക്തം നമ്മളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാലിലെയും മറ്റ് അവയവങ്ങളിലെയും പേശികളുടെ മൂവ്മെൻറ്റും അതേപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ കൂടിയിട്ടാണ് തിരിച്ചിത് എത്തുക. കാലുകളിൽ നിന്നുള്ള രക്തം തിരിച്ച് കയറി പോരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാലുകളിലുള്ള മൂവ്മെൻറ്റ് വരണം. അതേപോലെ തന്നെ എന്തിൽ മാത്രമേ ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ഈ ദൂഷിച്ച രക്തം അല്ലെങ്കിൽ അശുദ്ധ രക്തം തിരിച്ച് കയറി പോരുകയുള്ളൂ. അതാണ് അതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ളൊരു ഫാക്ടർ. ഇതിൽ ഈ സിരകളിലുള്ള വാൽവുകൾ വളരെ പ്രധാനമാണ്. ഈ മുകളിലേക്ക് കയറി പോകുന്ന രക്തം തിരിച്ച് കാലിലേക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാൽവുകൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യണം. അങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു വാൽവ് കൃത്യമായിട്ട് രക്തം മുകളിലേക്ക് എത്തിക്കുകയും ആ വാൽവിന് എപ്പോൾ ഡിഫക്റ്റ് വരുന്നോ അപ്പം രക്തം അവിടെ കെട്ടി നിൽക്കുകയും പിന്നീട് രക്തക്കട്ടകളായിട്ട് വരികയും മുഴച്ച് വരിക, കാലിൽ നിറവ്യത്യാസം അങ്ങനെ വരുന്ന ആ ഒരു കണ്ടീഷനെ നമ്മൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നു. ഇപ്പം ഡോക്ടർ വിശദീകരിച്ചു ഈ രോഗം എന്താണെന്നും ഈ രോഗാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും. എന്നാൽ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ രോഗാവസ്ഥ ഉണ്ടാകാറുണ്ടോ? ഇതിനെ നമുക്ക് പല വിഭാഗങ്ങളിലുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് ജോലി സംബന്ധമായിട്ടുള്ളത് ഒക്കുപേഷണൽ ഡിസീസസിൽ നമുക്ക് ഈ വെരിക്കോസ് വെയിനിനെ ഇൻക്ലൂഡ് ചെയ്യാം. തുടർച്ചയായി നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരിൽ ഈ കാലിൽ ഞരമ്പുകൾ ഇതുപോലെ തടിച്ചു വരാം. ഗർഭിണികളിൽ ഗർഭാവസ്ഥയിൽ ശരീരത്തിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങൾ കൊണ്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് ഉള്ളിലുള്ള ഇലിയാക് വെയിൻസിൽ അമർന്നു കഴിഞ്ഞ് രക്തം തിരിച്ചു കയറുന്നതിന് തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ആ അവസരത്തിൽ വന്നേക്കുന്ന പേശികൾക്ക് വരുന്ന ചേഞ്ചസ് കൊണ്ടും ഈ വാൽവുകൾ കൃത്യമായി ഫങ്ഷൻ ചെയ്യാതെ താൽക്കാലികമായോ പിന്നീട് സ്ഥിരമായോ വെരിക്കോസ് വെയിൻസ് ആയിട്ട് മാറിയെന്ന് വരാം. മറ്റ് ചില അസുഖങ്ങളുടെ കാരണങ്ങൾ കൊണ്ടും ഇതുപോലെ വരാം. കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ ഇവയുടെയൊക്കെ തുടർച്ചയായിട്ടും ഈ വെരിക്കോസ് വെയിൻസ് വന്നെന്ന് വരാം. കരൾ രോഗങ്ങളിൽ ശരീരത്തിൽ കാലുകളിൽ മാത്രമല്ല വയറിലും സ്പൈഡർ വെയിൻസ് പോലെയുള്ള അവസ്ഥകൾ കാണാറുണ്ട്. ഇപ്പം ഡോക്ടർ വിശദീകരിച്ചല്ലോ മറ്റു രോഗങ്ങൾ കൊണ്ടും ഈ വെരിക്കോസിറ്റി വരുന്നുണ്ടെന്ന്. ഈ വെരിക്കോസിറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? പലപ്പോഴും രോഗികൾ ഈ ഒരു വെരിക്കോസ് വെയിനുമായിട്ട് നമ്മളിടയ്ക്ക് ചികിത്സയ്ക്കായിട്ട് വരുന്നത് കാണുമ്പോൾ ഉള്ള ആ ഒരു തടിപ്പും മുഴകളും, തുടർന്ന് കാലുകളിൽ നീര് വരിക, അതേപോലെ കാലിൽ പുകച്ചിൽ, വേദന, രാത്രിയിൽ മസിൽ ഉരുണ്ട് കയറുക, ഇങ്ങനെയുള്ള ഒരു തുടക്ക ലക്ഷണങ്ങളിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് പിന്നീട് കാലിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, മറ്റ് അസുഖങ്ങളായിട്ട് എക്സീമ, അതേപോലെ തന്നെ ഡെർമറ്റൈറ്റിസ് അതുപോലുള്ള മറ്റ് അസുഖങ്ങളായിട്ട് മാറിക്കൊണ്ടും പിന്നീട് കോംപ്ലിക്കേറ്റഡ് ആവാറുണ്ട്. ഇതിൻ്റെ ഒപ്പം കാലിൽ പിന്നീട് വ്രണങ്ങളായിട്ട് വീണ്ടും ചികിത്സ തേടാതെയും ഈ രോഗം മൂർച്ഛിക്കാനുള്ള കാരണങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാലിൽ വ്രണങ്ങളായിട്ട്, ഒരിക്കലും കരിയാത്ത വ്രണങ്ങളോ അല്ലെങ്കിൽ ഉണങ്ങാൻ വളരെ താമസം നേരിടുന്ന വ്രണങ്ങളോ ഒക്കെ ആയിട്ടാണ്. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഡോക്ടറുടെ മുമ്പിൽ കിട്ടുന്ന രോഗാവസ്ഥകൾ, അതായത് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് നമുക്ക് കിട്ടാറുള്ളത്. ഈ ലക്ഷണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ രോഗാവസ്ഥയെ നിർണ്ണയിക്കുന്നത്, അതോ ഇതിന് മറ്റ് വേറെ എന്തെങ്കിലും രോഗനിർണയ മാർഗങ്ങളുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ട് ആ രോഗിയെ വെയിനിൻ്റെ വാൽവുകളുടെ എല്ലാം പേറ്റൻസി പരിശോധിക്കുക എന്നുള്ള ആ ഒരു രോഗി പരിശോധന തന്നെയാണ് ഇതിനകത്തെ ഫസ്റ്റ് തിങ്. നമുക്ക് പുറമേ കാണുന്നതുണ്ട്, ഇതല്ലാതെ പുറമേ കാണാൻ പറ്റാത്ത വെരിക്കോസിസ് ഉണ്ട്. അതായത് വെരിക്കോസിസ് എന്നുകൊണ്ട് ഈ അശുദ്ധ രക്തം കടന്നു പോകുന്ന രക്തക്കുഴലുകൾ ഉള്ളിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറമേ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. രോഗി കാലിൽ വേദന നീരും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അങ്ങനെയുള്ള രോഗികളിൽ മറ്റ് പരിശോധനകൾ വളരെ അത്യാവശ്യമാണ്. അതുപോലുള്ള ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതേപോലെ ഇൻപെർഫറേറ്റേഴ്സിൻ്റെ തടസ്സങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡോപ്ലർ സ്റ്റഡി അത്യാവശ്യമാണ്. മറ്റ് ഇമേജിംഗ് ടെക്നിക്സ്, വീനസ് ആൻജിയോഗ്രാം പോലെയുള്ള ടെക്നിക്സും അതേപോലെ തന്നെ MRI, ഈ ഇൻവെസ്റ്റിഗേഷൻസിലൂടെ നമുക്ക് ആ രോഗാവസ്ഥയെക്കുറിച്ച്
കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ ശരീരത്തിലെ മറ്റ് രോഗങ്ങളെക്കുറിച്ചുള്ള പരിശോധനകൾ, അതായത് ഡയബറ്റിസ് ആയിക്കോട്ടെ, കിഡ്നി ഫങ്ഷൻസ് ആയിക്കോട്ടെ, അതുപോലുള്ള ലാബ് പരിശോധനകളും ഇതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വ്രണമായിട്ട് വന്നേക്കുന്ന രോഗിയിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ടെസ്റ്റുകളും കൂടെ വേണ്ടി വരാറുണ്ട്. ചില രോഗികൾ അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണത്തെ വകവെക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ വെരിക്കോസിറ്റി ആണെന്ന് തീർച്ചപ്പെടുത്താതെ ആയിരിക്കും അവരുടെ മുന്നോട്ടുള്ള കണ്ടിന്യൂവേഷൻ പോകുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളിൽ ആ രോഗികൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? ഈ ഒരു വെരിക്കോസ് വെയിൻ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഏറ്റവും ആദ്യം തന്നെ പലപ്പോഴും രോഗികൾ പറയാറുള്ളത് കാലിലുള്ള തരിപ്പ്, മരപ്പ്, അതേപോലെ തന്നെ രാത്രിയിൽ പേശികൾ ഉരുണ്ട് കയറുക മുതലായ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നീടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ വ്രണങ്ങളായിട്ടും അതേപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വീണ്ടും ഡോക്ടർ പറഞ്ഞ പോലെ ചികിത്സ തേടാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാലിലെ വ്രണങ്ങൾ പഴുക്കുകയും അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരെയും പോകാറുണ്ട് ചികിത്സകൾ കൃത്യമായിട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ. ഇന്ന് ഈ വെരിക്കോസ് വെയിൻ പോലെ തന്നെ ചില രോഗികളിൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണ് രക്തവാതം എന്നുള്ളത്. ഈ രണ്ട് രോഗാവസ്ഥയ്ക്കും ഏകദേശം ഒരു സിമിലർ ലക്ഷണങ്ങളാണ് പൊതുവെ രോഗികൾ പറയാറുള്ളത്. ഈ രണ്ട് രോഗാവസ്ഥയും വേർതിരിച്ചറിയാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഇത് രക്തവാതമാണോ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ആണോ എന്നുള്ളത്? നമ്മൾ ഇപ്പോൾ വെരിക്കോസ് വെയിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കൂടുതലായി സംസാരിച്ചിരുന്നത്. രക്തവാതം എന്നുള്ളത് ഈ വെരിക്കോസ് വെയിൻ ഉള്ള രോഗികളിൽ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്നതിൽ തടസ്സം നേരിടുകയും മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളിലേക്ക് പോകുന്നതാണ്. ഈ ലക്ഷണങ്ങളുള്ളത് രക്തവാതത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുകൊണ്ട് ദുഷിച്ച രക്തം ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ രക്തവാതം എന്ന് പറയുന്നെങ്കിൽ കാലിലൊക്കെ കാണുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ ആയുർവേദ വൈദ്യന്മാരെ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻ വെരിക്കോസിസിൽ വരുന്ന രോഗികളിലുള്ളത് ഈ രക്തവാതത്തിൻ്റെ ചികിത്സ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ലക്ഷണങ്ങൾ മാറുകയും കാലിൽ വരുന്ന വ്രണങ്ങളായിക്കോട്ടെ, നിറവ്യത്യാസങ്ങളൊക്കെ അതെല്ലാം ഭേദമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിൻ്റെ പല കോംപ്ലിക്കേഷൻസും രക്തവാതത്തിനുള്ള ചികിത്സ കൊണ്ട് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും വിശദീകരിച്ചു. എന്നാൽ ഇനി വെരിക്കോസിറ്റിക്ക് മാത്രമായിട്ടും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പറയാമോ? ഇന്നത്തെ മോഡേൺ സിസ്റ്റം അനുസരിച്ചിട്ട് വെരിക്കോസ് വെയിൻ ഉള്ള രോഗികളുടെ അടുക്കൽ പല ഓപ്ഷൻസ് ഉണ്ട്. അത് സർജറി ആയിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ലേസർ അബ്ലേഷനും അതേപോലെ ഹൈ ഫ്രീക്വൻസി റേഡിയോ അബ്ലേഷൻ, അതേപോലെ തന്നെ സ്ക്ലീറോതെറാപ്പി, വളരെ വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ക്ലീറോതെറാപ്പി പോലുള്ള പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ 3 കൂട്ടവും നോൺ സർജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സാണ്. അതിലൂടെ രോഗികൾക്ക് ഈ ഒരു ഡിസ്ഫിഗർമെൻറ്റ് മാറുന്നതിനായിട്ട് സഹായിക്കാറുണ്ട്. അതേപോലെ തന്നെ ചില വെരിക്കോസ് അൾസേഴ്സിലും ഇതൊരു ചികിത്സയായിട്ട് തന്നെ പറയാറുണ്ട്. ഇനി എല്ലാ രോഗികളും ഈ ഒരു പ്രൊസീജിയേഴ്സിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആവശ്യമില്ല. ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന വെരിക്കോസ് വെയിൻസ് ഉള്ള ആളുകൾ, അതേപോലെ തന്നെ കാലിൽ ഈ ഡിസ്ഫിഗർമെൻറ്റ് അവരുടെ ദൈനംദിന ജോലികളെ ബാധിക്കുന്ന രീതിയിലോ അതേപോലെ തന്നെ ഫാഷൻ ഇൻഡസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കാലിൽ വന്നേക്കുന്ന ആ ഒരു മുഴകൾ പുറമേ കാണുമ്പോഴത്തേക്കും അവരുടെ ജോലിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ട് വരുന്ന കാരണം തീർച്ചയായിട്ടും ഈ ഒരു പ്രൊസീജിയറിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി മറ്റ് ചികിത്സാ വിധികൾ, തുടർച്ചയായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളുകളോട് തീർച്ചയായും വെരിക്കോസ് വെയിനിന് ഉപകരിക്കുന്ന രീതിയിലുള്ള സ്റ്റോക്കിങ്സ് അവർ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. തുടർച്ചയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലാത്തവർക്ക് ആ രീതിയിൽ ഇടയ്ക്ക് നടക്കുകയും അതേപോലെ തന്നെ മറ്റ് പ്രൊസീജിയേഴ്സും കൂടെ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പൊതുവായിട്ടുള്ള ചില ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും മോഡേൺ ആസ്പെക്റ്റിലാണ് ഡോക്ടർ വിശദീകരിച്ചത്. എന്നാൽ ഇതിന് കുറച്ചും കൂടി കൺസർവേറ്റീവായിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? ആയുർവേദ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന വാതരക്ത ചികിത്സ ഇതിൽ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. സ്ഥിരാഗ്രന്ഥികളായിട്ടാണ് നമ്മൾ ഇതിനെ ചികിത്സയ്ക്ക് മുമ്പായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ രക്തവാതത്തിൻ്റെ ചികിത്സയിൽ ഈ രോഗിയുടെ ലക്ഷണങ്ങൾക്ക് വളരെ ആശ്വാസം ലഭിക്കാറുണ്ട്. പൂർണ്ണമായിട്ട് മാറുന്ന ഒരു രോഗമായിട്ട് പറഞ്ഞുകൊണ്ടല്ല ഒരിക്കലും ഒരു വൈദ്യന് ഇതിന് ചികിത്സ ചെയ്യുക. ഇതിൽ വരുന്ന ലക്ഷണങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുക. അതിൽ കഷായങ്ങൾ, തൈലങ്ങളുടെ ഉപയോഗം, വളരെ ലഘുവായിട്ടുള്ള മസാജുകൾ, ഈ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള മസാജുകൾ, കിഴികൾ, ലേപനങ്ങൾ, അതേപോലെ തന്നെ ബാൻഡേജസ്, മരുന്നുകൾ വെച്ചുകൊണ്ട് കെട്ടിവെക്കുന്നതുമൊക്കെ ഈ രോഗത്തിനും അതിൻ്റെ ലക്ഷണത്തിനായിട്ടും ശമനം ലഭിക്കാറുണ്ട്.
രക്തവാത ചികിത്സയിൽ മറ്റുള്ള ചികിത്സാവിധികൾ ആയുർവേദത്തിൽ പറയുന്നത് രക്തമോക്ഷം എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ദുഷിച്ച രക്തം എവിടെയെങ്കിലും കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ പുറത്തേക്ക് കളയാൻ സാധിക്കുക ജലോകാവചരണം എന്നൊരു ചികിത്സാവിധിയാണ്. പൊതുവെ അട്ടയിടുക എന്ന കോമൺ നെയിമിൽ പറയുന്ന ഈ ചികിത്സാവിധിയിലൂടെ ആ ചികിത്സാവിധി ചെയ്യുന്ന ഒപ്പം തന്നെ തുടർച്ച ആ ഒരു സമയം കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് കാലിൽ അനുഭവപ്പെടുന്ന ആ ഒരു പുകച്ചിലും നീറ്റലും ക്രമേണ ആ നീരും കുറഞ്ഞു വരും. അതേപോലെ തന്നെ വെരിക്കോസ് അൾസേഴ്സ് ഉള്ള പേഷ്യൻസിലും ഈ അട്ടയിടുന്ന ചികിത്സ ആ വ്രണം എത്രയും പെട്ടെന്ന് കരിയുന്നതിനായിട്ടും സഹായിക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ ആ വ്രണങ്ങൾ കഴുകാനുള്ള കഷായങ്ങളും അതിൽ ഇടുന്നതിനായിട്ടുള്ള ചൂർണ്ണങ്ങളും എല്ലാം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു വെരിക്കോസ് അൾസേഴ്സ് വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞേക്കുന്ന കാലിൽ കാണുന്ന വെരിക്കോസിസ് അല്ലാതെ നമ്മൾ കാണേണ്ട വേറെ വാസ്റ്റ് ടോപ്പിക്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിരുന്നത് കരൾ രോഗങ്ങളുടെ തുടർച്ചയായിട്ട് ഇതുപോലെ വരാമെന്നുള്ളത്. കരൾ രോഗങ്ങളുള്ളവരിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരുന്നുണ്ട്. കരളിലെ സെക്രീഷൻസ് തന്നെ കെട്ടി നിൽക്കുകയും നീർക്കെട്ടായിട്ട് വരികയും അതായത് ഫാറ്റി ലിവർ എന്നുള്ളതിലേക്ക് മാറി ഒരു സിറോസിസ് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും അതിലൂടെയുള്ള ലിവറിലുള്ള ചാനൽസിലൂടെയുള്ള സർക്കുലേഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ ദുഷിച്ച രക്തം കെട്ടി നിന്നുകൊണ്ട് സ്പൈഡർ നെവി അല്ലെങ്കിൽ ടെലാങ്ജിക്ടാസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ ആ വെയിനുകളെല്ലാം വയറിലും എല്ലാം തടിച്ചു വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷനിൽ വെരിക്കോസിസ് ആയിട്ട് തന്നെയാണ്. അതിൻ്റെ ഉള്ളിലും വാൽവുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല. ഇവർക്ക് കാലിലും വെരിക്കോസിസ് ഉള്ള വ്യക്തികളിൽ പ്രത്യേകിച്ചും കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കരൾ രോഗങ്ങളുടെ ചികിത്സ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ആയുർവേദത്തിൽ കരൾ രോഗങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഈവൻ ലേറ്റർ സ്റ്റേജസിൽ വരെയും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അസൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആയുർവേദ ചികിത്സയിലൂടെ ഇങ്ങനെയുള്ള കരൾ രോഗങ്ങളെ മാറ്റിയെടുക്കാനും അതിലൂടെ വരുന്ന ഈ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വെരിക്കോസിസും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് വൃഷ്ണങ്ങളിൽ വരുന്ന വെരിക്കോസ്. അതിനെ വെരിക്കോസീൽ എന്നാണ് അറിയപ്പെടുന്നത്. അത് പുരുഷന്മാരിലെ വന്ധ്യതയിലെ 40% കാരണവും ഈ വെരിക്കോസീലാണെന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. അതിൽ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സകളും അതേപോലെ തന്നെ പ്രത്യേകിച്ചുള്ള കഷായങ്ങളിലുള്ള ഇരിക്കുന്നതിനുള്ളതും മറ്റ് ശോധന കർമ്മങ്ങൾ കൊണ്ടും പലപ്പോഴും ആ ഒരു വെരിക്കോസിസിൻ്റെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. നമ്മൾ ഇതിനെ തുടർന്നുള്ള ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൽ അതായത് ഡോപ്ലർ സ്റ്റഡി ആയിക്കോട്ടെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്ക് ആ ഒരു രോഗം മാറി വരുന്നതായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടാറുമുണ്ട്. അവരിൽ സ്പേമിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ മോട്ടിലിറ്റി എല്ലാം നമുക്ക് നല്ല രീതിയിൽ തിരിച്ച് എത്തിക്കുന്നതിനായിട്ടും സാധിക്കാറുണ്ട്. അപ്പോൾ മറ്റ് രോഗങ്ങൾ മൂലമുള്ള വെരിക്കോസിസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇത്രയും നേരം കൊണ്ട് വെരിക്കോസ് വെയിൻ എന്താണെന്നുള്ളതും അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എങ്ങനെ അത് കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഡോക്ടർ വിശദീകരിച്ചു. ചികിത്സയെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം ഡോക്ടർ തന്നു. എന്നാൽ ഈ രോഗാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഒരു രോഗി ഇല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കുക രോഗി എടുക്കേണ്ട ഒരു പ്രതിവിധി മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഈ വെരിക്കോസിസിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കാരണങ്ങൾ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഇതിലൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യ ഘടകങ്ങൾ. ഈ പാരമ്പര്യ ഘടകം വെരിക്കോസ് വെയിൻ വളരെ മോശമായ കണ്ടീഷനിലേക്ക് പോകുന്നതിൽ ഒരു കാരണമാണ്. അപ്പോൾ വെരിക്കോസ് വെയിനിൻ്റെ പാരമ്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും തുടർച്ചയായിട്ടും നിന്നുള്ള ജോലിയിലുള്ള ആ ഒരു പ്രൊഫഷൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാതെ മറ്റ് നടക്കവും അതേപോലെ തന്നെ ഇരുന്നുള്ള ജോലികളും ഈ ഒരു രോഗം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നിന്ന് ജോലി ചെയ്യുന്ന നമുക്കറിയാം മറ്റ് കടകളിൽ ബേക്കറികളിൽ നേഴ്സിംഗ് പ്രൊഫഷനിലായിക്കോട്ടെ ട്രാഫിക് പോലീസ് ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ പലപ്പോഴും തുടർച്ചയായിട്ട് നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ ഈ രോഗാവസ്ഥ അങ്ങനെയുള്ളവരിൽ കൂടുതലാക്കാറുണ്ട്. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കാതിരിക്കുക, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുക, ചെറിയ ലഘുവായുള്ള വ്യായാമങ്ങൾ യോഗ പരിശീലിക്കുക, പിന്നെ തുടർച്ചയായിട്ട് നിന്നേ പറ്റൂ എന്നുള്ള ജോലിയിലുള്ളവർ വെരിക്കോസ് വെയിനിന് പറ്റുന്ന രീതിയിലുള്ള എലാസ്റ്റിക് സ്റ്റോക്കിങ്സ് ആ നിൽക്കുന്ന സമയങ്ങളിലെങ്കിലും ധരിക്കുക. ഇതിലൂടെയെല്ലാം അത് വേഴ്സ് ആവാതെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. കാലിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സഹചരാതി പോലുള്ള തൈലങ്ങൾ പരട്ടി ലഘുവായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഈ വെരിക്കോസ് വെയിൻസ് വരാതിരിക്കാനും അവ കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാനും സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കാലിൽ കഴിയുന്നതും വ്രണങ്ങൾ ഒന്നും വരാത്ത രീതിയിൽ കാലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള
പാദരക്ഷകൾ ധരിക്കുക എന്നുള്ളതും, പ്രത്യേകിച്ച് പുറത്ത് ഒക്കെ പോകുമ്പോഴുമൊക്കെ അത് ധരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക. ഗർഭിണികളിൽ വരുന്ന വെരിക്കോസ് വെയിനെ കുറിച്ച് ഡോക്ടർ പ്രതിപാദിച്ചല്ലോ. അങ്ങനെ ആ രോഗാവസ്ഥ ഗർഭിണികളിൽ വരുമ്പോൾ അവർ പ്രത്യേകമായ എന്തെങ്കിലും ചികിത്സകൾ തേടേണ്ട ആവശ്യമുണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? ഗർഭിണികളിൽ ഒരു ലേറ്റ് പ്രഗ്നൻസീസ് അല്ലെങ്കിൽ 3rd ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ ഭാരവും അതേപോലെ തന്നെ പെൽവിസിൻ്റെ ഉള്ളിലേക്ക് കുട്ടി ഇറങ്ങി വരുന്ന സമയത്ത് അതിലൂടെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന ഇലിയാക് വെയിൻസിൽ തടസ്സം നേരിടുകയും ഇതോടൊപ്പം തന്നെ ആ ഒരു സമയത്തുള്ള ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് തന്നെ ശരീരത്തിലെ പേശികൾക്കും, അത് പ്രത്യേകിച്ചും വെയിനിനുള്ളിലുള്ള വാൽവുകളുടെ സോഫ്റ്റ്നെസ് കൊണ്ടും ഈ രക്തയോട്ടം മുകളിലേക്ക് പോകുന്നത് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരിലും വെരിക്കോസ് വെയിൻസ് കാണിക്കാറുണ്ട്. ആ വെരിക്കോസ് വെയിൻസ് നമുക്ക് തടയുന്നതിനായിട്ട് കാല് അധികം സമയം തൂക്കിയിടാതിരിക്കുക, അധിക സമയം നിൽക്കാതിരിക്കുക, ജെൻറ്റിലായിട്ടുള്ള മസാജസ് കൊടുക്കുക. അങ്ങനെയുള്ള അത് വേഴ്സ് ആവാതെ നമുക്ക് തടയാൻ പറ്റും. പൊതുവെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രസവത്തിനൊക്കെ ശേഷം കംപ്ലീറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാറുണ്ട്. ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ അത് വെരിക്കോസ് വെയിനായിട്ട് ജീവിതകാലം മുഴുവനും തുടർന്ന് പോകാറുണ്ട്. അവരും ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞ മരുന്നുകളോ അല്ലെങ്കിൽ അതേപോലെ മസാജുകളോ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലോൺ വെരിക്കോസ് വെയിൻ പേഷ്യൻ്റായിട്ട് മാറാതിരിക്കും. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊരു കണ്ടീഷനെ കുറിച്ച് ഡോക്ടറിന് ഒരു അവലോകനം ഉണ്ടാകുമല്ലോ. അതും ഈ വെരിക്കോസ് വെയിനും തമ്മിലുള്ള എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സാ വിധികളും ഈ സെയിം തന്നെയാണോ, അതോ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയുള്ള ചികിത്സകൾ സ്വീകരിക്കേണ്ടതുണ്ടോ? ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നാൽ കാലിലും മറ്റുമൊക്കെയുള്ള ഉള്ളിലൂടെയുള്ള സിരകളാണ്. ആ ഡീപ്പ് വെയിനിലൂടെയാണ് ഈ പുറമേത്തെ വെയിൻ കളക്ട് ചെയ്യുന്ന അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് എത്തുക. ആ ഡീപ്പ് വെയിനിൽ പലപ്പോഴും ത്രോംബോസിസ് അല്ലെങ്കിൽ കട്ടകൾ ഫോം ചെയ്യുന്നത് തുടർച്ചയായി കിടക്കുന്ന അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് തീരെ കുറഞ്ഞ ആളുകളിലാണ്. അപകടം മൂലമോ രോഗാവസ്ഥ മൂലമോ ദീർഘകാലം കിടക്കേണ്ടി വരുമ്പോഴത്തേക്കും ആ സിരകളിൽ, ഉള്ളിലൂടെയുള്ള സിരകളിൽ രക്തം കട്ടിയാകുകയും പുറമേ നിന്നുള്ള രക്തക്കുഴലുകളിൽ നിന്നുള്ള രക്തം ഇത് സ്വീകരിക്കാതെ വരികയും ചെയ്യുമ്പോഴത്തേക്കും കാലിൽ വെരിക്കോസിസിൻ്റെ പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടാവും. അവരുടെ ചികിത്സയിലും കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കാരണം അത് നമുക്ക് കണ്ടെത്താൻ പറ്റുക നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡോപ്ലർ സ്റ്റഡിയിലൂടെ എവിടെയൊക്കെയാണ് ഈ കട്ടകൾ ഫോം ചെയ്തേക്കുന്നത്, അത് എത്രത്തോളം സിവിയർ ആണെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അത് മെഡിക്കലി മാനേജ് ചെയ്യാവുന്ന മരുന്നുകൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ, നീർക്കെട്ട് കുറയാനുള്ള ഉള്ളിലേക്കുള്ള കഷായങ്ങൾ കൊണ്ടും ധാന്യാമ്ലം, അതായത് വെപ്പ് കാടി പോലെയുള്ള ഔഷധങ്ങൾ കൊണ്ടുള്ള ധാരകളും ലേപനങ്ങളും ചെയ്യുന്നത് കൊണ്ടും ആ നീരുകളും അതേപോലെ തന്നെ രക്തക്കട്ടകളും ക്രമേണ അലിഞ്ഞു പോകാനായിട്ട് സാധിക്കാറുണ്ട്. ഇതുപോലെയുള്ള കണ്ടീഷൻസ് തീർച്ചയായിട്ടും മസാജസ് പോലെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഒരിക്കലും ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല. കാരണം ആ കട്ടകൾ അവിടെ നിന്ന് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയമോ തലച്ചോറ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവ തടസ്സം ഉണ്ടാക്കുകയും സ്ട്രോക്കോ കാർഡിയാക് അറസ്റ്റ് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോയി എന്ന് വരാം. തീർച്ചയായിട്ടും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് യഥാസമയം തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ്. അത് വെരിക്കോസ് വെയിനിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് കൊണ്ട് വെരിക്കോസ് വെയിൻ എന്നൊരവസ്ഥ ഉണ്ടായെന്ന് വരാം. പുകവലി പോലെയുള്ള ദുശീലങ്ങളും വെരിക്കോസ് വെയിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പുകവലിക്കുന്നവരിൽ ഏറ്റവും അധികം ബാധിക്കുക കാലുകളിലുള്ള രക്തധമനികളെയാണ്. അതായത് കാലുകളിലേക്ക് ശുദ്ധരക്തം എത്തിക്കുന്ന ധമനികളിലാണ് പുകവലിക്കുന്നവരിൽ നിക്കോട്ടിൻ പോലെയുള്ള വസ്തുക്കൾ ആ ധമനികളിൽ ഒരു കോട്ടിങ് പോലെ വന്ന് അവയിലൂടെ രക്തം വളരെ കുറച്ച് മാത്രം കാലിലേക്ക് എത്തുന്നു. അവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ കാലിൽ തണുപ്പും രക്തയോട്ടം കൃത്യമായി എത്താതെ പല സ്ഥലങ്ങളിലും വിളറിയിരിക്കുക, ക്രമേണ അവിടെ കറുത്ത നിറത്തിലായി രക്തയോട്ടമില്ലാതെ ആ ഭാഗം നശിച്ചു പോകുന്ന, വിരലുകൾ അടർന്നു പോകുന്ന കണ്ടീഷൻ. പാദത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ തൊലി കട്ടി വെച്ച് കാലിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും മുള്ളുകളോ ആണിയോ എല്ലാം കയറിയാൽ പോലും ആ ആളുകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവിടെയുള്ള സ്പർശനശേഷി നശിക്കുക, അതേപോലെ തന്നെ കാലിൽ വ്രണങ്ങളുണ്ടാവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് അവരിൽ കാണുക. ഇത് ഒരിക്കലും പുകവലിക്കുന്നതായിട്ടോ വെരിക്കോസ് വെയിനായിട്ടോ ബന്ധമുള്ളൊരു കാര്യമല്ല. രണ്ട് കണ്ടീഷൻസാണ്. പുകവലി വെരിക്കോസ് വെയിനുമായിട്ട് റിലേഷൻ ഇല്ല എങ്കിൽ പോലും കാലിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വെരിക്കോസ് വെയിൻ പോലെ തന്നെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പുകവലിക്കുന്നവരിൽ കാണുന്ന TAO അല്ലെങ്കിൽ ബർഗേഴ്സ് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻ. അതും ഇൻ്റർ റിലേറ്റഡ് അല്ലെങ്കിലും കാലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് രോഗാവസ്ഥകളാണ്. ഇത്രയും നേരം വെരിക്കോസ് വെയിനെ കുറിച്ച്
നമ്മൾ ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായ ബോധവൽക്കരണം ഡോക്ടർ നമുക്ക് നൽകുകയും ചെയ്തു. അതിനായി ഡോക്ടറിന് നന്ദി പറയുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ വേറൊരു രോഗാവസ്ഥയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.